ത്രിയേക ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് മീഗുൾ. ഞാൻ ഇടുക്കി ജില്ലയിലെ കുമളിയിൽ നിന്നാണ് വരുന്നത്. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ 113ാമത്തെ ദിവസമാണിന്ന്. ആ 113ാമത്തെ ദിവസം എന്നെ ഇവിടെ കയറ്റി സാക്ഷ്യത്തിന് യോഗ്യയാക്കിയ പരിശുദ്ധ അമ്മയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥനയും അതുപോലെ ഇവിടുത്തെ ഉടമ്പടിയുമാണ്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോടുള്ള നന്ദി അറിയിക്കുന്നു. അതിനോടൊപ്പം എനിക്കിന്നിവിടെ സാക്ഷ്യം പറയാനായിട്ട് കാരണമായി തീർന്നത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും ദുരിതങ്ങളും ഒറ്റപ്പെടലുകളും ഒക്കെയാണ്. ഈ സഹനങ്ങളൊക്കെ എനിക്ക് തന്നത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു തന്ന സഹനങ്ങൾ മൂലമാണ് ഇന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാനായിട്ട് കാരണമായത്. ആ സഹനത്തെ പ്രതി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് ദുബായിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുവാണ്. ഞാനും എറണാകുളത്ത് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഇതൊരു ലവ് മാരേജ് ആയിരുന്നു. ഞങ്ങൾ യാക്കോബായ സമുദായത്തിൽപ്പെട്ടവരാണ്. സെയിം സമുദായക്കാരാണെങ്കിൽ പോലും കല്യാണം ഉറപ്പിച്ചതിന് ശേഷം സാമ്പത്തികത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ ഞാൻ ഇടുക്കിയിൽ ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന എന്നെ ഒരു പട്ടണത്തിലോട്ട് കല്യാണം കഴിഞ്ഞ് വരുമ്പം എൻ്റെ മാതാപിതാക്കളുടെ രീതികളും എൻ്റെ രീതികളും തന്നെ നാട്ടുമ്പുറത്തുകാരുടെ രീതികളൊക്കെ ആയിരുന്നു. അപ്പൊ അതുമായിട്ട് എൻ്റെ ഭർത്തൃ വീട്ടുകാർക്ക് പൊരുത്തപ്പെട്ടു പോകാനായിട്ടുള്ള, അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവര് ജീവിച്ച സാഹചര്യവും ഞങ്ങൾ ജീവിച്ച സാഹചര്യവും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ സാമ്പത്തികമായിട്ട് നല്ല അന്തരം ഉണ്ടായിരുന്നു. അപ്പൊ കല്യാണത്തിന് മുമ്പ് തന്നെ രണ്ടു വീട്ടുകാരും തമ്മിൽ കുറെ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ അസ്വസ്ഥതകളുടെ ഒക്കെ ചോദ്യമുന എന്നിലേക്കാണ് വന്നത്. ഹസ്ബൻഡിന്റെ കുറ്റപ്പെടുത്തലുകള്, ഭർത്തൃ വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകള്, എൻ്റെ വീട്ടുകാരുടെ കുറ്റപ്പെടുത്തലുകള്. അങ്ങനെ ഈ കഴിഞ്ഞ 4 വർഷത്തോളമായിട്ട് 2019 ഫെബ്രുവരിയിലാണ് എൻ്റെ കല്യാണം ഉറപ്പിക്കുന്നത്. ആ സമയം തൊട്ട് ഈ ഉടമ്പടി എടുക്കുന്ന നാള് വരെ ഞാൻ എല്ലാവരുടെയും കുറ്റപ്പെടുത്തലുകളും പരിഹാസങ്ങളും എല്ലാ ഭാഗത്തു നിന്ന് ഏറ്റ് സങ്കടപ്പെട്ട് കഴിയുന്ന ഒരു അവസ്ഥയിലാണ് ഞാൻ കഴിഞ്ഞു പോയിക്കൊണ്ടിരുന്നത്. ചില അവസരങ്ങളിലൊക്കെ ദൈവത്തോട് ഞാൻ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. ചില അവസരങ്ങളിൽ ദൈവത്തോട് എനിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുമായിരുന്നു. എന്തിനെന്നോട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞ് ഒരുപാട് തവണ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു 3 വർഷം മുമ്പ് ഈ ലൈറ്റ് എ ക്യാൻഡിൽ റിക്വസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രെയർ റിക്വസ്റ്റിനെ കുറിച്ച് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു. നിർഭാഗ്യവശാൽ എൻ്റെ ആ ഫ്രണ്ട് ഇന്ന് ജീവിച്ചിരിപ്പില്ല. അവളുടെ ഗർഭാവസ്ഥയിൽ 8ാമത്തെ മാസം അവൾക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്തു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ അവളും മരിച്ചുപോയി. അവളാണ് എന്നോട് ഈ കൃപാസനത്തെ കുറിച്ച് പറയുന്നത്. അവൾക്ക് അസുഖം വന്ന സമയത്തുമല്ല അവള് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോഴും ഞാൻ വിചാരിച്ചു അവള് പ്രാർത്ഥിച്ച് സൗഖ്യപ്പെടാത്ത ദൈവത്തെ ഞാൻ എന്തിനു വിളിക്കുന്നു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഞാൻ ഒരു കാര്യം മാത്രം, അവളുടെ പ്രത്യാശ ഞാൻ ഐഡന്റിഫൈ ചെയ്തില്ല. കാരണം 8 മാസം ഗർഭിണിയായ ഒരു സ്ത്രീക്ക്, അതും ജീവിതം തുടങ്ങിയ ഒരു വ്യക്തിക്ക് ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ ദൈവത്തെ പ്രാഗത്തേ ഉള്ളൂ എൻ്റെ സ്വഭാവം അനുസരിച്ച്. പക്ഷെ അവൾ ഒരിക്കൽ പോലും ദൈവം എനിക്ക് തന്നു അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ എന്നോട് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. വളരെ പോസിറ്റീവായിട്ട് അവള് ഞങ്ങളോടെല്ലാം പെരുമാറി. എല്ലാവരെയും കോണ്ടാക്ട് ചെയ്യുമായിരുന്നു, എല്ലാവരെയും വിളിക്കുമായിരുന്നു. ICUവിൽ കിടക്കുന്ന സമയത്താണെങ്കിലും എനിക്ക് സാക്ഷ്യത്തിന്റെ വീഡിയോകൾ അയച്ചു തരുമായിരുന്നു. എന്നോട് പറയും നീ കൃപാസനത്തിൽ പോകണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുമായിരുന്നു. എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. അതിനുശേഷം അവൾക്ക് കുട്ടി ഉണ്ടായി. ഏകദേശം കുട്ടിക്ക് 1 വയസ്സാവാറായപ്പോഴത്തേക്കിനാണ് വീണ്ടും സിവിയർ കണ്ടീഷൻ വന്ന് അവള് ICUവിൽ കിടന്ന സമയത്തും എനിക്ക് എല്ലാ ദിവസവും 5:30 സാക്ഷ്യം അയച്ചു തരുമായിരുന്നു. പക്ഷെ ഞാൻ ഒരു സാക്ഷ്യം പോലും ഞാൻ ഓപ്പൺ ചെയ്തിട്ടുമില്ല, നോക്കിയിട്ടുമില്ല, ഒന്നുമില്ല. അതിനിടയ്ക്കാണ് അവൾക്ക് ക്യാൻസർ സീരിയസ് ആയി. അവൾ ഇനി തിരിച്ചു വരില്ല എന്നുള്ളൊരു സ്റ്റേജ് വന്ന് എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിൽ എനിക്ക് എല്ലാവരും പറഞ്ഞു അവൾ ഇനി ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല. അപ്പോൾ ആ സമയത്ത് അവളുടെ പപ്പയുടെ സഹോദരനോട് ഞാൻ പറഞ്ഞു, എനിക്ക് അവളുടെ അവസാന നിമിഷങ്ങൾക്ക് മുമ്പ് എനിക്ക് 3 ദിവസമെങ്കിലും എനിക്ക് അവളുടെ കൂടെ താമസിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് അവളുടെ കൂടെ അവസാനമായിട്ട് ചെലവഴിക്കാൻ കിട്ടുന്ന സമയമാണ്, അതുകൊണ്ട് എനിക്ക് അവളുടെ കൂടെ താമസിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവസാന സ്റ്റേജിൽ രാജഗിരിയിൽ നിന്ന് അഡ്മിറ്റ് ആക്കിയിട്ട് അവളെ ഇടുക്കിയിലെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവളുടെ പാപ്പൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു,
ഇവിടെ വന്ന് നിന്നു, ഇനി എത്ര ദിവസം ഉണ്ടെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ 3 ദിവസം അവളുടെ ഒപ്പം പോയി ചെലവഴിച്ചു. ആ സമയത്തും അവൾക്ക് ഭയങ്കര പ്രത്യാശയായിരുന്നു. ഞാൻ ഓർത്തെന്റെ ദൈവമേ, ഇവളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, തിരിച്ചു വരുമെന്നുള്ള പ്രത്യാശയെ തന്നെ നിന്നു. ആ ഹോസ്പിറ്റലിൽ എല്ലാ ദിവസവും മാസ് ഉണ്ട്. 5:30 മാസ് തുടങ്ങി ഒരു 6:15 സമയമൊക്കെ ആകുമ്പോഴത്തേന് കുർബാന വരും. അപ്പം ഞാൻ കുറേ 2.5 വർഷമൊക്കെ കൂടിയാണ് കുമ്പസാരിക്കുന്നത്, കുർബാന കൊള്ളുന്നതൊക്കെ. അപ്പം ഞാൻ കിടന്നുറങ്ങുമ്പം ഇവള് രാവിലെ എന്നെ വിളിച്ചിട്ട് പറയും, മരിക്കാൻ പോകുന്നൊരു രോഗിയാന്ന് ഓർക്കണം, എന്നെ വിളിച്ചിട്ട് പറയും, നീ എഴുന്നേക്ക്, നീ എന്താണ് കുർബാന അനുഭവിക്കാത്ത, നീ എന്താണ് ഇങ്ങനെ കിടക്കുന്നത്, നീ ഇങ്ങനെ നടന്നോ കേട്ടോ. എന്നിട്ട് എപ്പോഴും എന്നോട് ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെ അവള് കുർബാന കൊള്ളും, ഞാൻ അവിടെ ജസ്റ്റ് കുർബാന വരുന്ന സമയത്ത് എഴുന്നേറ്റ് നിൽക്കും, അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞു. ഞാനൊരു തിങ്കളാഴ്ച തിരിച്ചു പോന്നു. അത് കഴിഞ്ഞിട്ട് വന്ന വ്യാഴാഴ്ച അവളും മരിച്ചു. വളരെ പ്രത്യാശയിൽ തന്നെയാണ് അവൾ ഈ ലോകത്തുനിന്ന് വേർപെട്ട് പോയത്. അതിനുശേഷം എൻ്റെ മനസ്സിൽ എപ്പോഴും വളരെ ഒരു സങ്കടം കിടപ്പുണ്ടായിരുന്നു. എൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയിട്ട് അവൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നല്ലോ എനിക്കിത്. അവൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തിങ്കിലേക്ക് തിരിയാനായിട്ട് എനിക്ക് പറ്റിയില്ലല്ലോ എന്നുള്ളൊരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ ഞാനങ്ങ് മറന്നുപോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവൾ മരിച്ച മാസം തന്നെ എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഹസ്ബൻഡുമായിട്ട് സാമ്പത്തികമായിട്ടുള്ള എൻ്റെ തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വേറെ പ്രശ്നങ്ങളൊക്കെ ഒന്നുമില്ലായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് ചെറിയ ചെറിയ തർക്കങ്ങളൊക്കെ വരുമ്പം എൻ്റെ കസിനോട് ഞാനിങ്ങനെ പറയും. അപ്പോൾ അവൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്, അവൾക്ക് ഒരുപാട് സാക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാൻ പറയും, എടി കൃപാസനത്തിൽ എനിക്ക് വിശ്വാസമില്ല, കാരണം അവിടുത്തെ എന്തൊക്കെയോ ട്രോള് വീഡിയോകളൊക്കെ കാണുന്നുണ്ട്, എനിക്കതിലൊന്നും വിശ്വാസമില്ല. പക്ഷെ മാതാവിൽ എനിക്ക് വിശ്വാസമാണ്. അപ്പം അവൾ എന്നോട് പറഞ്ഞു, അങ്ങനെയാണ് നീ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പക്ഷേ പിന്നെ ഞാൻ വിചാരിക്കുന്ന പോകാമെന്ന് വിചാരിച്ചിരിക്കും. പിന്നെ കുറേ തടസ്സങ്ങൾ വരും, അങ്ങനെ പോകാതൊക്കെ ഇരുന്നു. അങ്ങനെ ആ സമയത്ത് ഹസ്ബൻഡിന് ഒക്ടോബർ മാസത്തിൽ ജോലി ശരിയായി. അപ്പം പഴയ കമ്പനി 2 മാസം നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യണമായിരുന്നു. അങ്ങനെ ഡിസംബർ മാസത്തിലായപ്പോഴത്തേക്കിന് പുള്ളിക്കൊരു ജോലി കിട്ടി, പുതിയൊരു നല്ലൊരു സാലറി പാക്കേജിലൊക്കെ ജോലി കിട്ടി പുള്ളിക്ക്. അപ്പം ജോലി കിട്ടിയപ്പോഴും ഞങ്ങൾ തമ്മിൽ കുഞ്ഞു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴും ഞാൻ ഇവളോട് വിളിച്ചിട്ട് പറയും, എടി ഇങ്ങനെ പ്രശ്നമാണ്. എൻ്റെ കസിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറയും പ്രശ്നങ്ങളാന്ന് പറയുമ്പോൾ ഇവളെന്നോട് പറയും, നീ കൃപാസനത്തിൽ പോ. അപ്പം ഞാൻ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ തന്നെ വിചാരിച്ചു, ഹസ്ബൻഡിന് ജോലി കിട്ടിയ കാര്യം എനിക്കും എൻ്റെ ഹസ്ബൻഡിന് മാത്രമേ അറിയത്തുള്ളൂ. പുള്ളി പഴയ കമ്പനിയുടെ നോട്ടീസ് പീരീഡ് സെർവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാനിപ്പോൾ കൃപാസനത്തിൽ പോകുവാണെങ്കിൽ എല്ലാവരും വിചാരിക്കും എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കിട്ടിയ ജോലിയാണല്ലോ എന്ന് വിചാരിക്കും. എന്താണെങ്കിലും കൃപാസന മാതാവിന് അക്രെഡിറ്റിൻ്റെ ആവശ്യമില്ല എന്ന് മനസ്സിൽ വിചാരിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എന്തുകൊണ്ടെന്നാലും ആ ജോലി എൻ്റെ ഹസ്ബൻഡ് ഡിസംബർ മാസത്തിൽ കയറി. നല്ല സാലറി പാക്കേജ് ആയിരുന്നു, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ളൊരു പരിഹാരമായിരുന്നു. സുന്ദര സ്വപ്നമായ ഒരു ജീവിതം കണ്ടാണ് ഞങ്ങൾ ആ ജോലിയിലേക്ക് അദ്ദേഹം കയറിയത്. പക്ഷെ ജോലിക്ക് കയറി അന്ന് തൊട്ട് സമാധാനമായിട്ട് ഒരു ദിവസം പോലും ഞങ്ങൾ കടന്നിട്ടില്ല. അതുപോലെ മെന്റൽ ടോർച്ചറിങ് ആയിരുന്നു. മാനസികമായിട്ട് എൻ്റെ ഹസ്ബൻഡ് ഒരുപാട് പ്രശ്നങ്ങൾ, പുള്ളി ഫോണിൽ വിളിച്ച് സംസാരിക്കുക എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണെന്നൊക്കെ പറയും. അപ്പം എനിക്ക് ഇവിടുന്ന് ഭയങ്കര സങ്കടമാവും. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാ മാസവും പ്രശ്നം അങ്ങനെ മുന്നോട്ട് പോയി. അതിൻ്റെ ഇടയ്ക്ക് പുതിയ ജോലി കിട്ടിയത് കൊണ്ട് ഏപ്രിൽ മാസത്തിൽ ഞാൻ ദുബായിക്ക് പോകാനായിട്ടുള്ള പ്ലാനിലൊക്കെ ഇരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫെബ്രുവരി മാസത്തിൽ ഇടുത്തി പോലെ അദ്ദേഹത്തിൻ്റെ പുതിയ കമ്പനിയിലെ ഓണർ പറഞ്ഞു, അദ്ദേഹത്തിനെ ഇനിയും ഈ കമ്പനിയിൽ വേണ്ട, അദ്ദേഹത്തിനുള്ള ജോലികളൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ട് താങ്കൾ മാർച്ച് മാസം കൂടെ ജോലി ചെയ്തിട്ട് ഇവിടെ നിന്ന് പൊയ്ക്കോളാൻ പറഞ്ഞു. അത് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. കാരണം ഞങ്ങൾക്ക് ഒരുപാട് ലോണുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട്. പെട്ടെന്നൊരാളുടെ ജോലി പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കങ്ങനെ ഫാമിലിയിൽ നിന്ന് വലിയ സപ്പോർട്ടുകളൊന്നും തന്നെ ഇല്ല. ആകെ കൂടെ ഉള്ളത് എൻ്റെ ജോലിയും എൻ്റെ ചെറിയൊരു സാലറിയും മാത്രമാണ്. അല്ലെങ്കിൽ തന്നെ കുറേ കടങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ എൻ്റെ പ്രത്യാശ കൈവിടാതെ പറഞ്ഞു, ജോലി പോയാൽ പോട്ടെ, നിങ്ങൾ നാട്ടിലോട്ട് വാ. അപ്പം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം 3 വർഷവുമായി കുട്ടികളൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഏതായാലും നമുക്ക് കുട്ടികളൊന്നും ഇല്ലല്ലോ, നിങ്ങൾ ഏതായാലും നാട്ടിലോട്ട് പോരെ, നമുക്ക് കുട്ടികളുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനമായിട്ട് നിങ്ങൾ തിരിച്ചു പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി മാർച്ച് മാസം അവിടെ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് ഏപ്രിൽ ആദ്യത്തെ ആഴ്ച ഇയാൾ വിളിച്ചിട്ട് പറഞ്ഞു, മാത്യുവിന് വർക്ക് ഉണ്ട്, പക്ഷെ ഇത്ര സാലറി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം അയാളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ആവശ്യം ആ ഓഫീസിലുണ്ട്, പക്ഷെ അയാൾക്ക് ഡിസംബർ മാസത്തിൽ ജോയിൻ ചെയ്യാന്ന സമയത്ത് പറഞ്ഞ സാലറി കൊടുക്കാൻ താല്പര്യമില്ല. പക്ഷെ എൻ്റെ ഹസ്ബൻഡിനെ അവിടെ ജോലിക്ക് വേണം തന്നെ. അപ്പം
പെട്ടെന്ന് ഒരു കമ്പനി കയറിയിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാണ്. പിന്നീട് ഒരു കമ്പനി ഗൾഫ് കൺട്രീസിൽ ഷോർട്ട് ടൈം സർവീസ് ഉള്ള ഒരു ആൾക്ക് പെട്ടെന്നൊരു കമ്പനിയിൽ പിന്നെ ജോലി കിട്ടത്തില്ല. അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു സാലറി കുറവാണെങ്കിലും സാരമില്ല, ഞാൻ ഇവിടെ കണ്ടിന്യൂ ചെയ്തോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി 3-4 ദിവസം കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഏകദേശം അവിടെ വർക്ക് കുറഞ്ഞ സമയമായിരുന്നു അത്. അപ്പോൾ പുള്ളി ചോദിച്ചു ഞാൻ 10 ദിവസത്തേക്ക് നാട്ടിലോട്ട് പോയിക്കോട്ടേന്ന് ചോദിച്ചു. അങ്ങനെ പുള്ളി നാട്ടിൽ വന്നു. അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് സന്തോഷമായി, കാരണം കുഞ്ഞ് ഇത്തവണയെങ്കിലും ഒരു കുഞ്ഞുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. പുള്ളി ഈ ദുഃഖവെള്ളിയാഴ്ചയാണ് വന്നത്. ദുഃഖവെള്ളിയാഴ്ച വന്നു. അങ്ങനെ 1 മാസം നിന്നു. അപ്പോൾ ജോലി പോയാൽ എന്താ, അല്ലെങ്കിൽ ജോലി എവിടെ ഉണ്ട്, പോയതും പോകുന്നൊരവസ്ഥയായിരുന്നു. എന്നാലും തിരിച്ചു ചെല്ലുമ്പോൾ കിട്ടുമായിരിക്കും എന്നുള്ളൊരു ചെറിയ പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു. എന്നാലും കുട്ടിയായിരുന്നു ഞങ്ങളുടെ മെയിൻ ഒരിത്. അങ്ങനെ ഏപ്രിൽ മാസത്തിൽ വന്നു. പക്ഷെ അപ്രതീക്ഷിതമായിട്ട് മെയ് മാസത്തിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് അല്ല. അതെന്നെ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഷോക്കായിപ്പോയി. ഞാനിരുന്ന് ആലോചിച്ചപ്പം 4 കൊല്ലമായിട്ട് ഹസ്ബൻഡിൻ്റെ കൂടെ എനിക്ക് അധികം ഒന്നും നിൽക്കാൻ പറ്റിയിട്ടില്ല. കാരണം പുള്ളി ലീവിന് വരും, പെട്ടെന്ന് പോകും. ഒരു തവണ വരുമ്പോൾ വീട് പണിയായിരുന്നു. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും പറയത്തക്ക നല്ല ജോലിയില്ല, സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട്. വീട്ടിലാണെങ്കിൽ കല്യാണം നടന്നതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് 2 വീട്ടുകാരും തമ്മിൽ. അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച, എൻ്റെ ദൈവമേ എനിക്ക് പ്രതീക്ഷ വെക്കാനായിട്ട് എൻ്റെ ലൈഫിൽ ഒന്നുമില്ലല്ലോ, ഇനി എന്നെ സഹായിക്കാനും ആരുമില്ല. അങ്ങനെ ഞാൻ 2ഉം കൽപ്പിച്ച് ഞാൻ കൃപാസനം, എനിക്ക് ഒരു പിടിവള്ളിയുമില്ല, എൻ്റെ ലൈഫ് സ്പോയിലായ അവസ്ഥയിൽ ഞാൻ 0 ആയിട്ട് കരഞ്ഞ് തളർന്നാണ് മെയ് മാസം 3-ാം തീയതി എൻ്റെ ഹസ്ബൻഡിനോട് പോലും പറയാതെ ഞാൻ ഇവിടെ വന്നത്. ഞാനൊരു പള്ളിയിൽ പോവാന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം കൃപാസനം എന്ന് പറയുമ്പോൾ പുള്ളി ആദ്യം ചെയ്യുന്നത്, പുള്ളിക്കൊരു സ്വഭാവമുണ്ട്, ഗൂഗിളിൽ സെർച്ച് ചെയ്യും. ചിലപ്പോൾ ആദ്യം കിട്ടുന്ന ഒരു ട്രോൾ വീഡിയോ ആണെങ്കിൽ എൻ്റെ മനസ്സ് അപ്പം തന്നെ മടുപ്പിക്കും. പക്ഷെ അതുകൊണ്ട് ഞാൻ മിണ്ടിയില്ല. ഞാനിവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഇനിയിപ്പോൾ ആദ്യം തന്നെ പത്രം തന്നു. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവം ഇനി പത്രം കൊടുക്കണം. അത് കഴിഞ്ഞ് മുകളിൽ ചെന്നപ്പോൾ ക്ലാസ്, അതിലും ഞാൻ എങ്ങനെയോ കുറേ നേരം ശ്രദ്ധിച്ചിരുന്നു, കുറേ നേരം ഇരുന്ന് ഉറങ്ങി. എന്നിട്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ദൈവം ഇതൊക്കെ അറിയുമായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരികയല്ല, എനിക്കിതൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഞാൻ ഒരു തരത്തിൽ ഉടമ്പടി കംപ്ലീറ്റ് ചെയ്തു പോയ വഴിക്കും ഞാൻ വിചാരിച്ചു ദൈവമേ ഞാൻ എങ്ങനെ വീട്ടിൽ പോയിട്ട് പ്രാർത്ഥിക്കും. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കുടുംബ പ്രാർത്ഥന ഇല്ല, അദ്ദേഹത്തെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചിട്ടില്ല, കുർബാനകളിൽ പങ്കെടുപ്പിച്ചിട്ടില്ല, സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ പോലുമില്ല. ഇതൊക്കെ പഠിപ്പിച്ച എന്നെ ഈ ഒരു വിശ്വാസത്തേക്ക് അല്ലെങ്കിൽ ഈ ഒരു കുടുംബത്തിലേക്ക് വന്നതിന് ശേഷം ഞാനും ദൈവവിശ്വാസത്തിൽ ഇല്ലാതായി. ഞാനും വല്ല കാലത്ത് കുർബാനയിൽ പോവും, ഞാനും പ്രാർത്ഥിക്കുന്ന ആ ഒരവസ്ഥയെ ഞാൻ ഓർത്തെൻ്റെ ദൈവമേ ഞാൻ എങ്ങനെ വന്നിരുന്നു ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും, ഇവിടെ വരണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോയത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു. ബസ് സ്റ്റോപ്പിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചുകൊണ്ട് പോയ സമയത്താണ് കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങണം. അപ്പോൾ പുള്ളി ഒരു നിരീശ്വരവാദി ടൈപ്പാണ്, ഒരിക്കലും പ്രാർത്ഥന ഇല്ല. ഞാൻ ക്രിസ്തുവിനെ കുറിച്ച് ഒരു തവണ ഇന്നാൾ പറഞ്ഞു ക്രിസ്തു ഒരു മരപ്പണിക്കാരനല്ലേ, അത് നമ്മളെപ്പോലെ സാധാരണക്കാരനായി ജീവിച്ച ഒരു വ്യക്തിയല്ലേ, ഇതിൽ ഒരു പ്രപഞ്ച ശക്തി മാത്രമേ ഉള്ളൂ, അല്ലാതെ ദൈവം എന്ന് പറയുന്ന ഒരു ഇതില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് എൻ്റെ ഭർത്താവ്. അപ്പം ഞാൻ അവിടെ ചെന്നപ്പം ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെന്നു, കുളിച്ച് ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് അവിശ്വാസിയായിരുന്ന എൻ്റെ ഭർത്താവ് കട്ടിലിൽ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. അദ്ദേഹത്തോട് ആരും പറഞ്ഞില്ല. പക്ഷെ മാതാവ് അവിടെ ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് പോലുമില്ല. ആ സമയത്ത് അവിശ്വാസിയായ എൻ്റെ ഹസ്ബൻഡ് വിശ്വാസത്തിലേക്ക് വന്നു, പ്രാർത്ഥിക്കാൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞ് 4 വർഷങ്ങൾക്കിപ്പുറം ഞങ്ങൾ ആ ബെഡിൽ ഇവിടുന്ന് കൊണ്ടുപോയി മെഴുകുതിരി കത്തിച്ച് വെച്ച് ഞങ്ങളെ കൈകൾ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. ജീവിതത്തിലെ ആദ്യത്തെ അനുഭവമായിരുന്നു അത്. അതിനുശേഷം അദ്ദേഹത്തിന് ഈ 9-ാം തീയതി 3-ാം തീയതി ഞാൻ ഉടമ്പടി എടുത്തു. 9-ാം തീയതി ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തു. കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന് പല തടസ്സങ്ങളായിരുന്നു, ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ 9-ാം തീയതി പുള്ളി ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്തപ്പോൾ ഒരു ചലഞ്ച് ഉള്ളത്, ലേണേഴ്സ് പാസ്സായി 1 മന്ത് കംപ്ലീറ്റ് ചെയ്താലേ നമുക്ക് ടെസ്റ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു എടി ചിലപ്പോൾ ഇയാൾ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ എനിക്ക് പോകേണ്ടി വരും, എനിക്ക് ടെസ്റ്റിന് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഇയാൾ വിളിക്കുന്നത്, എന്തായാലും നിങ്ങൾ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ലേണേഴ്സ് പാസ്സായി, 9-ാം തീയതി പാസ്സായി. അടുത്ത ജൂൺ 9 വരെ ഇദ്ദേഹത്തിന് വെയിറ്റ് ചെയ്യേണ്ടിയിരുന്നു. അങ്ങനെ അതങ്ങ് കഴിഞ്ഞു. അതിനുശേഷം പിന്നെ ഈ കമ്പനി ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കുന്നില്ല. സാധാരണഗതിയിൽ ഒരു എംപ്ലോയി നാട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ തിരിച്ചു വിളിക്കുന്ന ഡേറ്റ്
അപ്പം ഇയാൾ ഒരു തീരുമാനം പറയുന്നില്ല. ഞാൻ വീണ്ടും മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഇദ്ദേഹത്തിന്റെ ജോലിയിൽ ഒരു തീരുമാനം നൽകണേന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് പഴയ ഓണർ വിളിച്ചിട്ട് പറഞ്ഞു ജൂൺ 14-ാം തീയതി തിരിച്ചു വന്നോളാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ജൂൺ 14-ാം തീയതിക്ക് പോകാൻ ടിക്കറ്റ് എടുത്തു. ആ സമയത്താണ് ജൂൺ 14-ാം തീയതി ടിക്കറ്റ് എടുത്തു. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എടി എന്താണേലും 14-ാം തീയതിത്തേക്ക് ടിക്കറ്റ് എടുത്തു, ജൂൺ 9-ാം തീയതിക്കും 14-ാം തീയതിക്കും ഇടയ്ക്ക് എനിക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിനൊരു ഡേറ്റ് കിട്ടത്തില്ല, കിട്ടിയാലും എനിക്ക് കിട്ടുമെന്നൊന്നും തോന്നുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്ക്. അങ്ങനെ 9-ാം തീയതി കഴിഞ്ഞ് വീണ്ടും പുള്ളി ടെസ്റ്റിന് അപ്ലൈ ചെയ്തപ്പം ദൈവാനുഗ്രഹം എന്ന് പറയട്ടെ 13-ാം തീയതി ചൊവ്വാഴ്ച അദ്ദേഹത്തിന് ടെസ്റ്റിനുള്ള ഡേറ്റ് കിട്ടി. അങ്ങനെ പോകുന്നതിന് മുമ്പ് ഞാൻ തലയിൽ ഇവിടുന്ന് തന്നുവിട്ട തൈലം തേച്ച് കുരിശു വരച്ച് ഞങ്ങൾ രണ്ടും ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിച്ച് അദ്ദേഹം ടെസ്റ്റിന് പോയി. അദ്ദേഹം 4 വീലറും 2 വീലറും ടെസ്റ്റ് പാസ്സായി. അതിനുശേഷം അദ്ദേഹം ദുബായിക്ക് തിരിച്ചുപോയി. ദുബായിക്ക് ചെന്ന സമയത്ത് ഞങ്ങൾക്ക് ഓൾറെഡി ഒരു 1 lakh rupees അവിടുത്തെ ഓണർ തരാനുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ അയാൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. നിങ്ങളുടെ സാലറി കുറവായിട്ടുള്ള ഇതിലാണ് ഇനി വർക്ക് ചെയ്യിക്കാൻ പോകുന്നത്. അപ്പം ആ പുതിയ എഗ്രിമെന്റ് കോൺട്രാക്ട് നിങ്ങൾ സൈൻ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ മാർച്ച് മാസത്തിലെ പിടിച്ചു വെച്ചിരിക്കുന്ന സാലറി തരാൻ പറ്റത്തുള്ളൂ. അപ്പം ഇദ്ദേഹം ഇവിടുന്ന് പോയ സമയത്ത് ഏകദേശം ഒരു 2,30,000 രൂപയുടെ കടം ഉണ്ടായിരുന്നു. അപ്പം ഈ 1 ലക്ഷം രൂപ നമുക്ക് കിട്ടാനുണ്ടല്ലോ, അപ്പം തന്നെ കുറച്ച് നമുക്ക് സമാധാനമല്ലോ എന്ന് വിചാരിച്ചാൽ ചെന്നേ. അപ്പോഴത്തേനും അവിടെ ചെന്ന് പറഞ്ഞ് കോൺട്രാക്ട് സൈൻ ചെയ്യണം. അപ്പം അവിടുത്തെ കോൺട്രാക്ട് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു ട്രാപ്പ് ഉണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു, അതിൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ടെൻഷൻ. അപ്പം ഞാൻ പറഞ്ഞു മാതാവ് നോക്കിക്കോളൂ, നിങ്ങൾ നോക്കിക്കോ, ഒരു കോൺട്രാക്ട് പോലും ഇല്ലാതെ അയാൾ നിങ്ങൾക്ക് പൈസ തരും, ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടോളാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് പറഞ്ഞു ഇല്ലടി അങ്ങനെയൊന്നുമില്ല, അയാൾ തരത്തില്ല, നിനക്ക് അയാളുടെ സ്വഭാവം അറിയത്തില്ല. അപ്പം ഞാൻ ഹസ്ബൻഡിനോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നാളിതുവരെ നിങ്ങൾ ജീവിച്ചിട്ട് നിങ്ങളുടെ മെറിറ്റിൽ ആശ്രയിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നേടാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഫെയ്ത്ത് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വേണം, ഫെയ്ത്ത് ഇല്ലാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഹസ്ബൻഡിനോട് ദേഷ്യപ്പെട്ടു. അപ്പോഴും പറഞ്ഞു ഇല്ല അയാൾ തരില്ല കോൺട്രാക്ട് ഒപ്പിടാതെ. ഞാൻ പറഞ്ഞു എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് ഫെയ്ത്ത് ഉണ്ട്, ഞാൻ എൻ്റെ മെറിറ്റിലല്ല ആശ്രയിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന സമയത്ത് 2 ദിവസങ്ങൾക്ക് ശേഷം ഈ കോൺട്രാക്ട് ഒപ്പിടാതെ പൈസ തരത്തില്ലെന്ന് പറഞ്ഞ വ്യക്തി 1 lakhൽ ഞങ്ങൾക്ക് 75,000 രൂപ മാത്രം തന്നു. അപ്പോഴും എനിക്കും ഒരു പ്രശ്നം തോന്നിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, നിങ്ങളുടെ ഓണറിനെ നിങ്ങൾ ശപിക്കരുത്, ആ മനുഷ്യന് വേണ്ടിയിട്ട് നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, അദ്ദേഹത്തിന് സമ്പൽ സമൃദ്ധി ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ചിലപ്പോൾ നമ്മുടെ ഈ 25,000 രൂപ കൊണ്ടായിരിക്കും ആ മനുഷ്യൻ രക്ഷപ്പെടാൻ പോകുന്നത്. ആ മനുഷ്യന് വേണ്ടിയിട്ട് നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, അദ്ദേഹം അതെങ്കിലും നമുക്ക് തന്നല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ മനുഷ്യൻ 75,000 രൂപ തന്നു. അങ്ങനെ കടന്നുപോയി. ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് ദുബായിൽ നിന്നൊരു കോൾ വന്നു. ഒരു ലേഡിയാണ് സംസാരിച്ചത്. എനിക്ക് ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാനൊന്നും അറിയില്ല. പെട്ടെന്ന് മിസ്റ്റർ മാത്യു ജോസഫ് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണല്ലോ, എൻ്റെ ഹസ്ബൻഡിനെ തിരക്കി വിളിക്കുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പെട്ടെന്ന് എൻ്റെ കാശ് രൂപ എൻ്റെ കഴുത്തിലുണ്ടായി. ഞാൻ മുറുകെ പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മാതാവ് എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ലേഡി എന്നോട് പറഞ്ഞു, ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിനോട് തിരിച്ചു വിളിക്കാൻ പറയണം, നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ദുബായിലുള്ള നമ്പർ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വേറെ കൂടുതലൊന്നും ചോദിച്ചില്ല, ഉള്ള ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് നിങ്ങൾ വിളിക്കണം, ഒരു ലേഡി വിളിച്ചിട്ടുണ്ട്, മിസ്സസ് മോണിക്ക എന്നാണ് അവരുടെ പേരെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പെട്ടെന്ന്, അപ്പോൾ ആൾക്ക് ഇവിടുന്ന് പോയപ്പോൾ ഫോൺ റീചാർജ് ചെയ്യാനുള്ള പൈസ പോലും ഇല്ലാതെയാണ് പുള്ളി പോയത്. പുള്ളി പെട്ടെന്ന് ഒരു ഫ്രണ്ടിൻ്റെ നമ്പറിൽ നിന്ന് അവരെ വിളിച്ചപ്പോൾ പറഞ്ഞു അതൊരു ഇൻ്റർവ്യൂ കോളായിരുന്നു. നാളിതുവരെ എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ നമ്പർ എങ്ങനെ കൊടുത്തു എന്നറിയത്തില്ല. എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇൻ്റർവ്യൂ കോള് ഇന്ത്യയിൽ താമസിക്കുന്ന എൻ്റെ മൊബൈലിലേക്കാണ് വന്നത്. സാധാരണഗതിയിൽ അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്ത് അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഒരിക്കലും ഒരു HR മറ്റൊരു നമ്പറിലേക്കും വിളിക്കത്തില്ല. അതുപോലെ ഇന്ത്യയിലുള്ള ഒരു നമ്പറിലേക്ക് അവർ ഒരിക്കലും വിളിക്കില്ല. അവരെൻ്റെ നമ്പറിലേക്കാണ് വിളിച്ചത്. അപ്പം ഞാൻ അറിഞ്ഞു ഇത് ഇൻ്റർവ്യൂ കോളാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മാതാവ് കൊണ്ടു തന്നതാണ്, നിങ്ങൾ പ്രാർത്ഥിച്ച് പ്രിപ്പയർ ചെയ്തിട്ട് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അദ്ദേഹം രാത്രിയിലിരുന്ന് പ്രാർത്ഥിച്ചു. അതിന് മുമ്പ് അദ്ദേഹം ദുബായിക്ക് പോകുന്നതിന് ഒരു 2 weeks മുമ്പ് എൻ്റെ മനസ്സിനെ ഒരാൾ ഭയങ്കരമായിട്ട് ശല്യപ്പെടുത്തുവാണ്. നിങ്ങളുടെ ഹസ്ബൻഡിന് നിങ്ങളൊരു ഫോർമൽ ഡ്രസ്സ്, ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഫോർമൽ ഡ്രസ്സ് നിങ്ങളെടുത്ത് കൊടുത്തു വിടണമെന്ന് പറഞ്ഞാൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യുമോ. അപ്പം തന്നെ ഞങ്ങൾ സാമ്പത്തികമായിട്ട് നല്ല ബുദ്ധിമുട്ടായി. ബന്ധുക്കളോട് പറയാൻ ഞങ്ങൾക്ക് നാണക്കേട്. ഒരു ഡ്രസ്സ് മേടിക്കാൻ പോലെയുള്ള പൈസ ഇല്ലാത്ത ഗതികെട്ട അവസ്ഥയിലാണ് ഞങ്ങൾ നിന്നുകൊണ്ടിരുന്നത്.
അപ്പോഴും തലേന്നും ഡ്രസ്സ് മേടിച്ചില്ല. എന്നാൽ ഡ്രസ്സില്ലാതെ ഇങ്ങനെ പോകട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. രാത്രി തന്നെ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പൈസ മേടിച്ചിട്ട് ഞാൻ ഇദ്ദേഹം പോകുന്നതിന് അന്ന് രാവിലെ ഇദ്ദേഹത്തെ വിട്ടിട്ട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ആരെ കൊന്നിട്ടാണെങ്കിലും വേണ്ടിയല്ല, നിങ്ങൾ ഡ്രസ്സില്ലാതെ നിങ്ങൾ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറി പോയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് പോയി ഡ്രസ്സ് മേടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ ഇന്റർവ്യൂവിന്റെ കോള് വരുന്നത് വൈകിട്ടാണ്. അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ നല്ലൊരു ഡ്രസ്സ് ഇന്റർവ്യൂവിന് ഇട്ടുകൊണ്ട് പോകുന്നില്ലായിരുന്നു. ഇവിടുന്ന് ഞാൻ അദ്ദേഹത്തെ കൊണ്ട് എടുപ്പിച്ച ഡ്രസ്സും ഇട്ടുകൊണ്ടാണ് അദ്ദേഹം ഇന്റർവ്യൂവിന് പോയത്. ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എടി ഈ ഡ്രസ്സിന് പോലും അവിടെ മാർക്കുണ്ട്, ഏറ്റവും വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് ഞാൻ പോയത്, ഫസ്റ്റ് ലെവൽ പാസ്സായപ്പോൾ തന്നെ പറഞ്ഞു ഈ ഡ്രസ്സ് ഇട്ടത് കൊണ്ട് തന്നെ എനിക്ക് അവിടെ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ സെക്കൻഡ് ലെവൽ വന്നു, പുള്ളി പാസ്സായി. അങ്ങനെ ഇവിടുന്ന് പോയി 1 മാസം തികഞ്ഞപ്പോഴത്തേന് പുള്ളിക്ക് ജോലിയായി. അപ്പൊ ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്തവർക്കറിയാം, പ്രോപ്പർ ആയിട്ടുള്ള നോട്ടീസ് പീരീഡ് സെർവ് ചെയ്യാതെ ഒരിക്കലും അവർ റിലീവിംഗ് ലെറ്റർ കൊടുക്കില്ല. അപ്പം അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് റെസിഗ്നേഷൻ ലെറ്റർ മെയിൽ ചെയ്ത് കൊടുക്കുന്നത്. മെയിൽ ചെയ്ത് കൊടുത്ത സമയത്ത് ഈ പഴയ ഓണർ ഒരു ചോദ്യം പോലും ചോദിച്ചില്ല, റെസിഗ്നേഷൻ അപ്രൂവ് ചെയ്തു. മാത്യുവിനോട് പറഞ്ഞു, നിങ്ങൾ മൺഡേ മോർണിംഗ് ഓഫീസിലേക്ക് വാ, നിങ്ങളുടെ വിസ ക്യാൻസൽ ചെയ്യാനുള്ള പ്രോസസ്സുകൾ ഞാൻ ക്ലിയർ ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇതിനു മുമ്പാണെങ്കിൽ 3 വർഷം വർക്ക് ചെയ്ത കമ്പനിയിൽ 2 മാസം നോട്ടീസ് പീരീഡ് സെർവ് ചെയ്തിട്ടാണ് അദ്ദേഹത്തിന് റിലീവിംഗ് ലെറ്റർ കൊടുത്തത്. ഈ കമ്പനിയിലാണെങ്കിൽ നിങ്ങൾ ഓർക്കണം, 2 വർഷത്തെ വിസ ഓൾറെഡി പഴയ ഓണർ പൈസ കൊടുത്തെടുത്തിട്ടിരിക്കുകയാണ്. വെറും 6 മാസമാണ് വർക്ക് ചെയ്തത്. 6 മാസത്തിൽ ആകെ പുള്ളി വർക്ക് ചെയ്തത് 4 മാസമാണ്. സത്യം പറഞ്ഞാൽ ആ ഓണർക്ക് ഒരുപാട് ലോസുകളും വന്നിട്ടുണ്ട്. എന്നിട്ട് പോലും അയാൾ ഒന്നും ചോദിക്കാതെ അത് ക്യാൻസൽ ചെയ്ത് കൊടുത്തു. അതെല്ലാം ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായിട്ടാണ് പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് കൊടുത്തത്. ഇയാൾ ക്യാൻസൽ ചെയ്ത് കൊടുത്തു. ഒരു അതല്ല എൻ്റെ ലൈഫിലെ എല്ലാ സാക്ഷ്യങ്ങളും നടന്നിട്ടുള്ള ചൊവ്വാഴ്ച ദിവസമാണ്. അങ്ങനെ ചൊവ്വാഴ്ച ദിവസം വിസ പഴയ കമ്പനിയുടെ എല്ലാ പേപ്പർ വർക്കുകളും കംപ്ലീറ്റ് ആയി. പുതിയ കമ്പനിക്കാരുമായിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോഴും അടുത്ത ഇഷ്യൂ എന്ന് പറയുന്നത്, നയാ പൈസ ഇല്ല, പുതിയ കമ്പനിക്കാർ അക്കോമഡേഷനും തന്നിട്ടില്ല, പഴയ കമ്പനിക്കാര് നാളെ തന്നെ ഇറങ്ങുകയും വേണം. അപ്പൊ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എടി ഞാൻ ഈ ബാഗ് സാധനങ്ങളുമായിട്ട് എങ്ങോട്ട് പോകും, എൻ്റെ നയാ പൈസ പോലും ഇല്ല, പോകാനുള്ള ഒരു അവസ്ഥയില്ല, ബാഗെങ്കിലും വെക്കാനായിട്ട് ഈ ഓണർ എനിക്കൊരു സമയം തരുവാണെങ്കിൽ കൂട്ടുകാരൻ്റെ കൂടെ പോയി നിൽക്കുക, ഈ ബാഗിൽ ലഗേജ് ചുമന്ന് പോകാൻ അല്ലെങ്കിൽ ടാക്സിക്ക് പൈസ കൊടുക്കണം, എൻ്റെ പൈസയൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് അയാളെ പഴയ ഓണറെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ ഓണറെ വിളിച്ചപ്പോൾ അയാൾ ആദ്യം ഷൗട്ട് ചെയ്തു, താൻ എന്നോട് ഇൻഫോം ചെയ്യാതെ താൻ വേറൊരു കമ്പനിയിലും പോയി, എന്നിട്ട് തൻ്റെ ലഗേജും ബാഗും ഞാൻ ഇവിടെ സൂക്ഷിക്കണമെന്ന് ചോദിച്ചു. അങ്ങനെ അയാൾ ഫോൺ വെച്ചിട്ട് ഒരു 2 മിനിറ്റിന് ശേഷം അയാൾ വീണ്ടും തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, താൻ എന്താന്ന് വെച്ചാൽ ചെയ്തോ, താൻ ഇവിടെ ബാഗ് വെച്ച്, പക്ഷെ ഞായറാഴ്ച വരെ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, താൻ ഇവിടെ നിന്നോളാൻ പറഞ്ഞു. അപ്പൊ ഞായറാഴ്ച ആയപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് വീണ്ടും ടെൻഷൻ. അപ്പോഴും ഞാൻ ആളോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഫെയ്ത്ത് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങളിങ്ങനെ പറഞ്ഞത്, മാതാവ് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും, പിന്നെ നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മെറിറ്റ് നോക്കിക്കോ, എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാനായിട്ട് എനിക്കിനി താല്പര്യവും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് ഉള്ളിൽ ഞാൻ ചിരിച്ചു, മാതാവ് ഇത് ഇടപെടുമെന്ന് എനിക്കറിയാമായിരുന്നു. അങ്ങനെ ഞായറാഴ്ച ആയപ്പോഴത്തേക്കിന് പുതിയ കമ്പനിക്കാർ വിളിച്ചിട്ട് പറഞ്ഞു, അവരുടെ അക്കോമഡേഷൻ റെഡി ആയിട്ടുണ്ട്, തിങ്കളാഴ്ച തന്നെ പോന്നോളാൻ പറഞ്ഞു. അങ്ങനെ പഴയ കമ്പനിയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം പുതിയ കമ്പനിയിലോട്ട് പോയി. ഇതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ ലൈഫിൽ വന്ന സാക്ഷ്യം. അതിനുശേഷം ഏറ്റവും വലിയ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ, ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജീവിതത്തിൽ നടന്ന സാക്ഷ്യങ്ങളാണ്. എൻ്റെ ജീവിതത്തിൽ നടന്ന സാക്ഷ്യം എന്ന് പറയുന്നത് 2016 ഞാൻ ബിടെക് പാസ്സായത്. ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനാണ് കംപ്ലീറ്റ് ചെയ്തത്. പക്ഷെ അതിന് ജോലി സാധ്യതകളൊക്കെ വളരെ കുറവായതുകൊണ്ട് ഞാൻ എറണാകുളത്ത് വേറെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബിലൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്തത്. പക്ഷെ ഞാനിവിടെ ഉടമ്പടിക്ക് വന്ന സമയത്ത് ഞാൻ ഒരു നിയോഗം എഴുതിയായിരുന്നു, മാതാവേ, ഞാൻ ഏതെങ്കിലും കാലത്ത് PSC പഠിക്കുവാണെങ്കിൽ ആ സമയത്ത് എനിക്കൊരു നല്ല റിസൾട്ട് തരണം, എനിക്കൊരു ജോലി തരണം, എന്നാൽ മാത്രമാണ് എനിക്ക് എൻ്റെ മാതാപിതാക്കളെ, എൻ്റെ ഹസ്ബൻഡിൻ്റെ മാതാപിതാക്കളെ നന്നായിട്ട് എനിക്ക് നോക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഞാനൊരു സാക്ഷ്യം എഴുതിയിട്ടായിരുന്നു. പക്ഷേ ഞാൻ അത് ഉദ്ദേശിച്ചത്, ഞാൻ PSC പഠിക്കാൻ എനിക്ക് സമയമൊന്നുമില്ല, പക്ഷെ പഠിക്കുന്ന കാലത്തൊരു ഗവൺമെൻറ് ജോലി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ കഴിഞ്ഞ 13-ാം തീയതി എനിക്ക് പൈനാവ് മോഡൽ പോളിടെക്നിക് കോളേജിൽ നിന്ന് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ടെമ്പററി ആയിട്ട് ഇലക്ട്രോണിക്സ് ലെക്ചർ വേക്കൻസിയിലേക്ക് എനിക്കൊരു ഇന്റർവ്യൂ കോൾ വന്നു. അപ്പം വിചാരിച്ചത് മാതാവ് എനിക്ക് തരുന്ന ജോലിയാണ്, ഞാൻ അപ്പം തന്നെ തീരുമാനിച്ചു.
അതിനുശേഷം കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച ഞാനിവിടെ വന്ന് ധ്യാനം കൂടിയിട്ടാണ് അതിന് പോയത്. ധ്യാനം കൂടുന്ന സമയത്ത് ഞാനിവിടെ സർട്ടിഫിക്കറ്റുകളൊക്കെ വെച്ച് ഇവിടെ പ്രാർത്ഥിച്ചു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എനിക്ക് ദൈവമേ അച്ഛനിലൂടെ എനിക്കൊരു സാക്ഷ്യം ഇതിന് കേൾക്കണമെന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ച സമയത്താണ് സൗമ്യ കായംകുളത്തിൻ്റെ ഒരു സാക്ഷ്യം അച്ഛൻ കോട്ട് ചെയ്ത് ഇവിടെ സംസാരിച്ചു. എക്സ്പീരിയൻസ് ഓയിൽ ആൻഡ് ഗ്യാസിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ ഭർത്താവിന് ജോലി കിട്ടിയ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ ആ പുറകിലത്തെ ജനലിൽ അവിടെ നിന്ന് ധ്യാനം കൊടുത്തു. അപ്പം ഞാൻ തീരുമാനിച്ചു ഈ ജോലി എനിക്ക് തന്നെയുള്ളതാണ്. ഞാൻ അവിടെ വെച്ച് ഞാൻ ഉറപ്പിച്ചു എനിക്ക് ഈ ജോലി ഉള്ളതാണ്. ആ ധൈര്യത്തിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. 18-ാം തീയതിയാണ് ഇൻ്റർവ്യൂവിൻ്റെ ലെറ്റർ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ലായിരുന്നു. അവിടെയും ദൈവം എന്നെ രക്ഷിച്ചു. ഈ മാസം 18-ാം തീയതി ഇടുക്കി ജില്ലയിൽ ഹർത്താലായതുകൊണ്ട് എൻ്റെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് 21-ാം തീയതിയിലേക്ക് മാറ്റി വെച്ചു. അങ്ങനെ ദൈവം അവിടെയും പ്രവർത്തിച്ചു. അങ്ങനെ ഞാൻ 18-ാം തീയതി അവിടെ ഹർത്താലായിരുന്നു. അങ്ങനെ എനിക്ക് 3-4 ദിവസം കൂടെ മുന്നോട്ട് കൂട്ടി. അപ്പം എനിക്ക് മനസ്സിലായി എനിക്ക് ആ ലെറ്റർ എൻ്റെ വീട്ടിൽ വരാൻ വേണ്ടിയിട്ടാണ് ഈ ഹർത്താലൊക്കെ വന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് 19-ാം തീയതി ശനിയാഴ്ചയായിരുന്നു. ശനിയാഴ്ച ഉച്ച വരെയുള്ളൂ പോസ്റ്റ് ഓഫീസ്. ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നപ്പോൾ എൻ്റെ പപ്പ പറഞ്ഞു, നീ ഒന്നും കൂടെ ചെല്ല്, ലെറ്റർ വന്നിട്ടുണ്ടോ നോക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് അപ്പം ഞാനൊരു കല്യാണ ഫംഗ്ഷൻ കൂടെ അറ്റൻഡ് ചെയ്യാൻ പോവുമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പതുക്കെ പോയാൽ മതിയല്ലോ. പക്ഷെ പപ്പ പറഞ്ഞു, ഇന്ന് ശനിയാഴ്ച ഉള്ളൂ, നീ വേഗം പോകണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ചെറിയ പയ്യനിരിപ്പുണ്ട്. ഞാൻ പയ്യനോട് പറഞ്ഞു, എൻ്റെ ലെറ്റർ വന്നിട്ടുണ്ടോ, എനിക്കൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ. അയ്യോ, അപ്പോൾ ആ പയ്യൻ പറഞ്ഞു, ചേച്ചി വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു, എന്ത് കാണിച്ചാലും എനിക്കിന്ന് തരണം കേട്ടോ, രാവിലെ ഇൻ്റർവ്യൂ തിങ്കളാഴ്ച, നിങ്ങൾ തുറക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടുന്ന് പോകും, എനിക്ക് ഇൻ്റർവ്യൂ ഇല്ലാണ്ട് ലെറ്റർ ഇല്ലാതെ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കല്യാണ ഫംഗ്ഷന് പോയിരിക്കുന്ന സമയത്ത് എൻ്റെ പപ്പ വിളിച്ചിട്ട് പറഞ്ഞു, ഇവര് പോസ്റ്റ് ഓഫീസ് ശനിയാഴ്ച നേരത്തെ ക്ലോസ് ചെയ്യാൻ നിന്ന സമയത്താണ് അന്ന് കൊറിയർ വന്നത്. സാധാരണ ആ സമയത്തൊക്കെ കൊറിയർ വരുമ്പോൾ അവർ അതെടുത്ത് വെക്കുകയേ ചെയ്യത്തുള്ളൂ, അല്ലാതെ അത് ക്ലയൻറ്റിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനൊന്നും അവർ നോക്കാറില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചെന്ന് പറഞ്ഞതുകൊണ്ട് എൻ്റെ പേര് ഓർമ്മയിൽ വന്ന്, എൻ്റെ വീട്ടുപേരും ഒക്കെ ഓർമ്മയിൽ വന്നതുകൊണ്ട് അവരെൻ്റെ പപ്പയുടെ അനിയനെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ എൻ്റെ പപ്പയുടെ അനിയൻ പോയത് കളക്ട് ചെയ്യുക ചെയ്തത്. അതിനുശേഷം ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. 7ഓളം കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള 3-4 പേരുണ്ടായിരുന്നു. ഇതിൽ യാതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്തതും മെറിറ്റിൽ അവരെക്കാളൊക്കെ മാർക്ക് കുറവായിട്ടുള്ള വ്യക്തിയും ഈ ബിടെക്കിൽ 4-5 സപ്ലി ഉണ്ടായി. അത് പാസ് ഔട്ട് ആകുന്നതിന് മുമ്പ് ക്ലിയർ ചെയ്തു. പക്ഷേ ഒരു സപ്ലി പോലും ഇല്ലാതെ ക്ലിയർ ചെയ്ത് നല്ല മാർക്കുള്ള കാൻഡിഡേറ്റ്സ് ഒക്കെ ആയിരുന്നു അവർ. അപ്പോൾ ഇൻ്റർവ്യൂവിന് പോകുന്ന അന്ന് രാവിലെ ഒരു 4:30 തൊട്ട് എനിക്ക് വൊമിറ്റിങ്, അതുകൊണ്ട് വയറിന് പ്രശ്നം, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. എപ്പോഴും വൊമിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഈ ജോലി എനിക്ക് തന്നെയുള്ളതാണ്, എനിക്കുള്ള സാക്ഷ്യമാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഒരു തരത്തിലാണ് എൻ്റെ ബ്രദർ എന്നെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യിക്കാൻ കൊണ്ടുപോയത്. അവിടെ ഇരുന്നപ്പോഴും ഞാൻ പോയ വഴിക്കുമെല്ലാം ഞാൻ അച്ഛൻ്റെ ധ്യാനം, സാക്ഷ്യങ്ങൾ, പ്രാർത്ഥനകൾ മാത്രമാണ് കേട്ടോ. ഇടയ്ക്ക് മാത്രം ഇച്ചിരി ടോപ്പിക്കൊക്കെ നോക്കുമായിരുന്നു. അവിടെ ചെന്ന് 7 കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു. കോളേജിലോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ ഉപ്പ് ആരും ചവിട്ടാത്തൊരു സ്ഥലത്തിട്ടിട്ട് ഞാൻ പറഞ്ഞു, ഹിതമുണ്ടെങ്കിൽ എനിക്ക് ഈ ജോലി തരണമെന്ന് പറഞ്ഞ് ഞാൻ പോയി. എൻ്റെ സർട്ടിഫിക്കറ്റിലെല്ലാം കുരിശുരൂപം വരച്ചു. ഞാൻ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തു. അതിന് മുമ്പ് എക്സാം ഉണ്ടായിരുന്നു. 25 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. 25-ൽ ഒരു ക്വസ്റ്റ്യൻ പോലും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ എഞ്ചിനീയറിംഗ് കാലയളവിൽ പഠിച്ചിട്ടുള്ളതായ യാതൊരു ബന്ധമുള്ള ഒരു കാര്യം പോലും ഇല്ലായിരുന്നു. 1-2 ക്വസ്റ്റ്യൻ നോക്കി മറുപുറം നോക്കിയപ്പോഴും എനിക്കറിയില്ല. ഞാൻ എന്നാ ചെയ്തു, ക്വസ്റ്റ്യൻ വായിക്കാതെ കാശുരൂപം വെച്ച് മനസ്സ് തോന്നിയ ആൻസറുകളൊക്കെ ആരോ പറയുന്ന പോലെ ഒരു ഉത്തരങ്ങളൊക്കെ നോക്കി ഞാൻ ഫില്ല് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഡെമോ ക്ലാസ് ആയിരുന്നു. ഡെമോ ക്ലാസ്സിലും എല്ലാവരും അവിടെ നിന്ന് വലിയ സർക്യൂട്ടൊക്കെ വരച്ച് പഠിച്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ ഏറ്റവും സിമ്പിളായിട്ട് ഒരു ചെറിയ ടോപ്പിക്, മോഡുലേഷൻ, ഇലക്ട്രോണിക്സ് ഒക്കെ പഠിച്ചവർക്കറിയാം. മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു പൊടി കൊച്ചിന് പോലും നമ്മുടെ ഹൈസ്കൂൾ ലെവലിൽ പഠിക്കുന്ന മോഡുലേഷൻ എന്ന് പറയുന്ന ഒരു ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക്ക് മാത്രം ഞാൻ പഠിപ്പിച്ചു. അത് പഠിപ്പിച്ചപ്പോഴും ഞാൻ കാശുരൂപം കൈപ്പിടിച്ചാണ് ഞാൻ പഠിപ്പിച്ചത്. നല്ല ശബ്ദത്തിൽ തന്നെ ഞാൻ പറഞ്ഞു പഠിപ്പിച്ചു. അതിനുശേഷം വീണ്ടും ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഈ ഇൻ്റർവ്യൂവിനിരിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാവരും സാക്ഷ്യം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നമ്മളെ മുൻപരിചയമുള്ള ആൾക്കാരെ പോലെയാണ് അവർ നമ്മുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവം എന്നെ നല്ല പരിചയമുള്ള പോലെയാണല്ലോ ഇവർ അതൊക്കെ മാതാവിൻ്റെ അടയാളങ്ങളാണ്. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു, തിരിച്ചു പോന്നു. ചൊവ്വാഴ്ച ഞാനിവിടെ ധ്യാനം ഒരു ഉച്ച കഴിഞ്ഞാണ് കൂടാനിരുന്നത്. മൊബൈലിൽ കൂടുന്ന സമയത്ത് തുടങ്ങിയ സമയത്ത് എൻ്റെ മനസ്സിലൊരു ഉൾവിളി വന്നു,
എൻ്റെ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ച്, എൻ്റെ ദൈവമേ എനിക്ക് ദാനമായി തന്നിരിക്കുന്ന മക്കളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് വിചാരിച്ചു. എനിക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല 4 വർഷമായിട്ട്. എന്നിട്ടും എനിക്കിങ്ങനെ ഒരു തോന്നൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു കോളേജിലെ കുട്ടികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെന്ന് വിചാരിച്ചു ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു 1 മണിക്കൂറോളം ധ്യാനം കൂടിയപ്പോൾ പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സെലക്റ്റായി എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് അങ്ങ് കരഞ്ഞു. ഞാൻ മെയ് മാസം 3-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഒരു കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. പക്ഷേ പരിശുദ്ധ അമ്മ എനിക്ക് ഞാൻ അറിയത്തില്ലാത്ത എൻ്റെ സബ്ജക്റ്റ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അറിയത്തില്ലാത്ത ദേശത്ത് കിടക്കുന്ന കുറേ കുഞ്ഞുങ്ങളെ പരിശുദ്ധ അമ്മ എൻ്റെ കൈകളിൽ കൊണ്ട് തന്നു. അങ്ങനെ ഒന്നുമില്ലായ്മ കിടന്ന് എനിക്ക് ടെമ്പററി ആയിട്ട് പോളിടെക്നിക് കോളേജിൽ ലെക്ചറൽ വേക്കൻസിയിലേക്ക് എന്നെ സെലക്ട് ചെയ്തു. ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന്. ഒരു ടെമ്പററി വേക്കൻസി ആണെങ്കിൽ പോലും ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭാഗ്യമാണ്. ഒരു ദിവസം ആ ഒരു സാലറി മേടിക്കാൻ പറഞ്ഞ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാവുന്ന എൻ്റെ മാതാവ് എനിക്ക് തന്നു. അതുപോലെ എൻ്റെ 11 വർഷത്തെ എൻ്റെ ഹോസ്റ്റൽ ജീവിതമാണ് അവസാനിക്കുന്നത്. 2012 സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഞാൻ എഞ്ചിനീയറിങ്ങിന് പോകുന്ന ദിവസം ഞാനിങ്ങനെ ഹോസ്റ്റലിലിരുന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ ഈ സെപ്റ്റംബർ 5-ാം തീയതി ആകുമ്പോൾ 11 വർഷം പൂർത്തിയാവുകയാണ്. എൻ്റെ കൂടെ വന്നവരും എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരും ഒക്കെ വീടുകളിലേക്ക് പോയി. എന്നിട്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് എന്നെക്കാളും പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളുടെ ഒപ്പം ഞാൻ ഈ ഹോസ്റ്റലിൽ ജീവിക്കുവാണല്ലോ. മാതാവേ എന്നെ ഇവിടുന്ന് ഒന്ന് മാറ്റി തരണേന്ന് ഞാൻ കണ്ണുനീരോടുകൂടി ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ ഒരുപാട് ഇരുന്ന് പ്രാർത്ഥിച്ചു. ഇനി എൻ്റെ ജോയിനിങ് ഡേറ്റ് വന്നിരിക്കുന്നത് സെപ്റ്റംബർ 4-ാം തീയതിയാണ്. 11 വർഷം തികയാനായിട്ട് ഒരു ദിവസമുള്ള സമയത്ത് തന്നെ എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ വീട്ടിലേക്ക് മാറ്റപ്പെടുവാണ്. എൻ്റെ കോളേജ് എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിൻ്റെ എൻ്റെ വീട്ടിൽ നിന്നും തുല്യ ദൂരത്തിൽ. എനിക്ക് 2 മാതാപിതാക്കളെയും അവരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് സന്തോഷമായിട്ട് ചെയ്യാനും എൻ്റെ ഇടവക പള്ളിയിൽ പോകാനും എനിക്ക് സൺഡേ സ്കൂൾ പഠിപ്പിക്കാനും ഞാൻ നാളെ ഇതുവരെ ആ ജോലി ചെയ്യുന്ന അത്രയും കാലം എനിക്ക് 2 വീട്ടുകളിലേക്ക് പോകാനായിട്ടുള്ള ഭാഗ്യം പരിശുദ്ധ അമ്മ എനിക്ക് തന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. അതുപോലെ ഒരുപാട് പേര് ഞാൻ ഒരു ദിവസമെങ്കിലും ഞാൻ കർത്താവിനെ കുറിച്ച് ഞാൻ പറയും, കർത്താവ് എനിക്ക് ചെയ്ത അനുഗ്രഹങ്ങളെ കുറിച്ച് പറയും. അതുപോലെ കാരുണ്യപ്രവർത്തനം, ഞാൻ ഹോസ്റ്റലാണ് താമസിക്കുന്നത്. എന്നിട്ടും ഞാൻ നന്നായിട്ട് ഫുഡ് കുക്ക് ചെയ്യും. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ നന്നായിട്ട് ഫുഡ് കുക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫുഡ് വെച്ചിട്ട് ഞാൻ മറ്റുള്ളവർക്ക് നന്നായിട്ട് ഭക്ഷണം കൊടുക്കണമെന്നൊരു ചിന്ത വന്നു. എൻ്റെ വീട്ടിലൊരു അതിഥി വരുമ്പോൾ ഞാൻ എത്ര നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നു അത്രയും നന്നായിട്ട് ഞാൻ ഫുഡ് ഉണ്ടാക്കി ഞാൻ പൊതിച്ചോറുകൾ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ ഡിസബിൾ ആയിട്ടുള്ള കുട്ടികളുടെ അനാഥ മന്ദിരങ്ങൾ ഞാൻ സന്ദർശിക്കുമായിരുന്നു. അവിടെ പോയി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. പിന്നെ മൊബൈലിലൂടെ ഒക്കെ വരുന്ന സഹായങ്ങൾക്ക് ഞാൻ ചെയ്യുമായിരുന്നു. അതിൽ കുറേ പേരുടെ ഒക്കെ നമ്പറുകളൊക്കെ സേവ് ചെയ്തിട്ട് അവർക്ക് വചനങ്ങളൊക്കെ അയച്ചു കൊടുക്കും. അവരോട് ഞാൻ സംസാരിക്കും. ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള കുട്ടികളെ ആശ്വസിപ്പിക്കും. പിന്നെ വചനങ്ങളൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കും. പിന്നെ എന്നാൽ കഴിയുന്ന മരുന്ന് മേടിക്കാനും അതുപോലെ ചികിത്സാ സഹായങ്ങളും പിന്നെ എന്നാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഒരു മടിയും കൂടാതെ ദൈവനാമത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയുമാണ് എൻ്റെ ജീവിതത്തിൽ നടന്ന്. ഇതിലും ഒരുപാട് ഇവിടെ പറയാൻ പറ്റുന്നതും പറയാൻ പറ്റത്തില്ലാത്തതുമായ ഒരുപാട് സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളെയൊക്കെ പ്രതി പരിശുദ്ധ അമ്മയ്ക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നന്ദി അറിയിക്കുന്നു.